രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിന്റെ അഷ്ടപതി ക്ലാസിന്റെ അവസാനത്തെ എപ്പിസോഡ് 154-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കൂ, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിയാകുമ്പോൾ നാരായണീയത്തിന്റെ ക്ലാസ് കിട്ടും. ചൊവ്വാഴ്ച 12 മണിക്ക് രാധയുടെ പ്രണയം, അതായത് കണ്ണന്റെ രാധ, രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ. എല്ലാ ബുധനാഴ്ചയും അധികം താമസിയാതെ ഭജഗോവിന്ദത്തിന്റെ ക്ലാസ് തുടങ്ങും. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്സാണ്. അത് ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. അതേ കണക്ക് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കണമെന്നുള്ളവർക്ക് കൊല്ലത്താണ്, ഹോസ്റ്റൽ സൗകര്യമുണ്ട്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നുള്ളതാണ്. സ്പോക്കൺ ഇംഗ്ലീഷിനെ കുറിച്ചുള്ള എന്തറിയണമെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, 9645333999. നിങ്ങൾക്ക് അതിലേക്ക് വിളിക്കാം. അതേ കണക്ക് ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം എല്ലാം ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ നേരത്തെ പറഞ്ഞ നമ്പറായ 9645333999 നിങ്ങൾ വിളിച്ചാൽ മതി. നിശ്ചയമായും നിങ്ങൾക്ക് മറുപടി കിട്ടും. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ അഷ്ടാവക്ര ഗീതയുണ്ട്. നിശ്ചയമായും ഒരു ഹിന്ദു കാണണം. അതെൻ്റെ മാസ്റ്റർ പീസ് വീഡിയോ ആണ്. അതേ കണക്ക് തന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട് പ്ലേലിസ്റ്റിൽ. ടെമ്പിൾസ്, ക്ഷേത്രങ്ങളുടേതുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാധികാ കവചം 2 പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ശ്രീബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ ഇട്ടിട്ടുണ്ട്. അതേ കണക്ക് തന്നെ പിന്നെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. ഭക്തബീരയുടെ കഥയുണ്ട്. എന്നും രാവിലെ നിങ്ങൾക്ക് 5:30 മണിയാകുമ്പോൾ ഒരുപാട് അറിവുകൾ പകരുന്ന, പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു മോട്ടിവേഷൻ വീഡിയോ 5:30 മണിയാകുമ്പോൾ ഗുഡ് മോർണിംഗ് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസാനത്തെ എപ്പിസോഡ് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി की जय. എൻ്റെ മാതാവ് രാധാറാണിക്ക്
ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോയിൽ തരുന്ന എൻ്റെ പൊന്നു രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. അപ്പോൾ നമ്മുടെ അഷ്ടപതി അവസാനിക്കാൻ പോവുകയാണ്. അതിൻ്റെ അവസാനത്തെ അഷ്ടപതി പാടാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളുടെ പ്രിയങ്കരിയായി മാറിയ രാധാ സഹസ്രനാമത്തിലൂടെയും രാധികാ കവചത്തിലൂടെയും നിങ്ങളുടെ ഹൃദയം കവർന്ന സാക്ഷാൽ കൃഷ്ണപ്രിയ. അതെ, രാധികാ കവചവും രാധാ സഹസ്രനാമവും എല്ലാം പാടിയ, നമുക്ക് നിരവധി തവണ അഷ്ടപതി പാടി തന്ന നിങ്ങളുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ തന്നെ ഇതിൻ്റെ അവസാനത്തെ ശ്ലോകം പാടണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് കൃഷ്ണപ്രിയയോട് പറഞ്ഞു. കൃഷ്ണപ്രിയ അത് സന്തോഷത്തോടെ സമ്മതിച്ചു. അങ്ങനെ അഷ്ടപതിയുടെ അവസാനത്തെ ആ ഗാനം, ആ ശ്ലോകം നിങ്ങളുടെ പ്രിയങ്കരിയായ രാധാറാണിയുടെ പ്രിയങ്കരിയായ ശ്രീകൃഷ്ണ ഭഗവാന് പ്രിയപ്പെട്ട സാക്ഷാൽ കൃഷ്ണപ്രിയ പാടുകയാണ്. കൃഷ്ണന് പ്രിയങ്കരിയാണ് കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞാൽ രാധ എന്നാണ് അർത്ഥം. കൃഷ്ണന് പ്രിയമുള്ളവൾ ആരോ അവൾ രാധയാണ്. അപ്പൊ ശരിക്കും കൃഷ്ണപ്രിയ എന്ന വാക്കിന്റെ അർത്ഥം രാധ എന്നാണ്. അപ്പോൾ രാധയായ കൃഷ്ണപ്രിയ അതിമനോഹരമായി രാധാകൃഷ്ണ ലീലയുടെ അവസാന ശ്ലോകം ആലപിക്കുന്നു. കേട്ടുകൊള്ളൂ. സാധ്വീ മാധ്വീകചിന്താ ന ഭവതി ഭവത ശർക്കരേ ശർക്കരാസി ദ്രാക്ഷേ ഭക്ഷ്യന്തികേ ത്വാമമൃത മൃതമസി ക്ഷീര നീരത്വമേഷി ആകന്ദക്രന്ദ കാന്താധര ധരണീതലം ഗച്ഛ യച്ഛന്ദയാവദ്ഭാവം ശൃംഗാര സാരസ്വതമിഹ ജയദേവസ്യ വിശർഷ്വഗ്വജാംസി. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ അത് അതിമനോഹരമായി നിങ്ങൾക്ക് പാടി തന്നത് കേട്ടല്ലോ. അപ്പൊ എല്ലാവരും കേട്ടേ. സ്വാധീമാധ്വീക ചിന്ത ന ഭവതി ഭവതഃ ശർക്കരേ ശർക്കരാസി ദ്രാക്ഷേ ഭക്ഷ്യന്തി കേ ത്വാം അമൃതാ മൃതമസി ക്ഷീര നീരത്വമേക്ഷി മാഗന്ധ ക്രന്ദ കാന്താധര ധരണീതലം ഗച്ഛ യച്ഛന്തിയാവത് ഭാവം ശൃംഗാര സാരസ്വതമിക ജയദേവസ്യ വിഷഗ്വജാംസി. അപ്പൊ അർത്ഥം എഴുതിക്കോളൂ. സ്വാധി അർത്ഥം മെച്ചപ്പെട്ടതാണെന്ന്. മാധ്വീക അർത്ഥം പൂന്തേൻ. ചിന്ത ന ഭവതി അർത്ഥം ചിന്ത ശരിയല്ല. ശർക്കരേ ശർക്കരാസി കൽക്കണ്ടമേ നീ വെറും ചരൽക്കല്ലാണ്. ദ്രാക്ഷേ മുന്തിരിപ്പഴമേ ഭക്ഷ്യന്തി കേത്വ അർത്ഥം നിന്നെ ആര് ഭക്ഷിക്കും. ഭക്ഷ്യന്തി കേത്വ നിന്നെ ആര് ഭക്ഷിക്കും. അമൃത് പാലാഴി കളഞ്ഞെടുത്ത അമൃത്. മൃതമസി മരിച്ചുപോയതാണ്, മൃതമായി പോയി, നിന്റെ കഴിവ് പോയെന്നർത്ഥം. അടുത്തത് ക്ഷീര പാല്, നീരം വെള്ളം, നീരത്വമേക്ഷി വെള്ളമായി പോയി, നീരത്വമേക്ഷി വെള്ളമായി പോയി.
മാഗന്ധ തേന്മാവ് അല്ലെങ്കിൽ മാമ്പഴം, അങ്ങനെ രണ്ട് രീതിയിലും പറയും. മാഗന്ധം, തേന്മാവ്, മാമ്പഴം. ക്രന്ദ വിലപിക്കുക, കാന്ത പ്രിയപ്പെട്ടവൾ, അധര ചുണ്ട്, ധരണി തലം ഗച്ഛ അർത്ഥം നിലത്ത് വീണു കൊള്ളുന്നു, നിലത്ത് വീണു കൊള്ളുക. ശൃംഗാര സാരസ്വതമിഹ ശൃംഗാരം നിറഞ്ഞ കാവ്യം. വിശ്വധ്വജാംസി അർത്ഥം അങ്ങേയറ്റം ശ്രേഷ്ഠമായി നിലകൊള്ളുന്നു, അങ്ങേയറ്റം ശ്രേഷ്ഠമായി നിലകൊള്ളുന്നു. അപ്പോൾ അതെല്ലാവരും കേട്ടല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി. കഠിന കൃഷ്ണഭക്തനായ ഞാനിങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്, നിങ്ങളത് നിശ്ചയമായും കാണണം, കാണാതിരിക്കരുത്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ 96453339 അയച്ചാൽ നിശ്ചയമായും ഞാനത് അയച്ചു തരുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അഷ്ടപതി പൂർണ്ണമാവുകയാണ്. ഈ ഒരു ശ്ലോകത്തോടു കൂടി അഷ്ടപതി പൂർണ്ണമാവുകയാണ്. അഷ്ടപതി കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് ഒന്നേന്ന് കിട്ടും. ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും രാധാറാണി അമ്മയുടെയും അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം, പിന്നെ വിഘ്നേശ്വരനായ സാക്ഷാൽ ഗണപതി ഭഗവാൻ യാതൊരു തടസ്സങ്ങളും വരുത്താതെ കാത്തു നിന്നതുകൊണ്ടും മാത്രമാണ് ഈ എപ്പിസോഡ് ഒരു തടസ്സവുമില്ലാതെ ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് പൂർത്തിയാക്കുന്നതിന് ഒരു വിഘ്നവും വരുത്താതിരുന്ന സാക്ഷാൽ വിഘ്നേശ്വരൻ ഗണപതി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഞാൻ വീണ് നമസ്കരിക്കുന്നു. ഗണപതി ഭഗവാനെ, ആ തുമ്പിക്കൈ ഉയർത്തി എൻ്റെ ശിരസിൽ വെച്ച് എന്നെ അനുഗ്രഹിക്കണേ. അതുപോലെ എൻ്റെ രാധാറാണി അമ്മ ഒരു തടസ്സവുമില്ലാതെ ഇത് പൂർത്തിയാക്കാൻ എന്നെ അനുവദിച്ച എൻ്റെ രാധാറാണി അമ്മയുടെ തൃപ്പാദങ്ങളിൽ ഞാൻ വീണ് നമസ്കരിക്കുന്നു. അമ്മയ്ക്ക് കോടി നമസ്കാരം. അതുപോലെ ഇത് ഒരു കുഴപ്പവുമില്ലാതെ സമ്പൂർണമാക്കാൻ വേണ്ടി എന്നെ അനുഗ്രഹിച്ച ശ്രീകൃഷ്ണ ഭഗവാനെ, രാധാസമേതനായ ശ്രീകൃഷ്ണ ഭഗവാനെ, അങ്ങയുടെ തൃപ്പാദങ്ങളിൽ വീണ് ഞാൻ നമസ്കരിക്കുന്നു. ഗണപതി ഭഗവാന്റെയും രാധാറാണിയുടെയും കൃഷ്ണ ഭഗവാന്റെയും അനുഗ്രഹത്താൽ ഒരു മുടക്കവുമില്ലാതെ ഈ അഷ്ടപതി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഈ അഷ്ടപതി പൂർത്തിയാക്കാനുള്ള മഹാഭാഗ്യവും ആരോഗ്യവും ആയുസ്സും എല്ലാം എനിക്ക് തന്ന ഗണപതി ഭഗവാനെയും രാധാറാണി അമ്മയെയും ശ്രീകൃഷ്ണ ഭഗവാനെയും വണങ്ങിക്കൊണ്ട് അവസാനത്തെ അധ്യായം, ആ അവസാനത്തെ ശ്ലോകം നമ്മൾ ആരംഭിക്കുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഹേ പൂന്തേനേ, നീയാണ് മെച്ചപ്പെട്ടതെന്ന ചിന്ത ശരിയല്ല. പൂന്തേനേ, നീയാണ് ഏറ്റവും മെച്ചപ്പെട്ടത്, ഏറ്റവും മാധുര്യമേറിയത് എന്ന ചിന്ത ശരിയല്ല. ഹേ കൽക്കണ്ടമേ, നീ വെറും ചരൽക്കല്ലാണ്. നിനക്ക് യാതൊരു മധുരവുമില്ല കൽക്കണ്ടമേ, നീ വെറും ചരൽക്കല്ലാണ്. ഹേ മുന്തിരിപ്പഴമേ, നിന്നെ ആരാ ഭക്ഷിക്കുന്നത്? നിന്നെ ആര് ഭക്ഷിക്കും മുന്തിരിപ്പഴമേ? ഹേ പാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയ അമൃതേ, നീ മൃതമായി പോയി. അമൃതിൽ നിന്ന് ആ പോയി മൃതമായി. മൃതം എന്ന് പറഞ്ഞാൽ മരിക്കുന്ന, അമൃതം മരിക്കാത്ത, നീ മരിക്കുന്ന ഒന്നായി മാറിപ്പോയി. അല്ലയോ ക്ഷീരമേ, ക്ഷീരം പാല്, നീ വെറും ജലമായി പോയി. നീ പാലല്ല, ഇപ്പോൾ വെറും ജലമാണ്. ഏ തേന്മാവേ, അല്ലെങ്കിൽ മാമ്പഴമേ, നീ വിലപിച്ചു കൊള്ളുക. ഏ പ്രിയപ്പെട്ടവളുടെ അധരമേ, സ്ത്രീകളുടെ അധരമേ, സുന്ദരികളുടെ അധരമേ, നിങ്ങൾ ഭൂമിയിലേക്ക് വീടുകൊള്ളുക. കാരണം
ജയദേവന്റെ ഗീതാ ഗോവിന്ദം എന്ന ശൃംഗാര സാരസ്വത കാവ്യം ഇവിടെ സർവശ്രേഷ്ഠമായി നിലകൊള്ളുകയാണ്. അതിന്റെ മുന്നിൽ ഒന്നുമല്ല. അപ്പൊ കവി പറയുകയാണ്, പൂന്തേനേ, നീ ജയദേവ കവിയുടെ ഗീതാ ഗോവിന്ദത്തിന്റെ മുന്നിൽ ഒന്നുമല്ല. ഹേ കൽക്കണ്ടമേ, ജയദേവ കവിയുടെ ഗീതാ ഗോവിന്ദത്തിന്റെ മുന്നിൽ നീ വെറും ചരൽക്കല്ലാണ്. ഹേ മുന്തിരിപ്പഴമേ, ഗീതാ ഗോവിന്ദം ആസ്വദിച്ച് ആരും നിന്നെ ഭക്ഷിക്കില്ല. അല്ലയോ അമൃതേ, നീ മൃതമായി പോയി. കാരണം യഥാർത്ഥ അമൃത് ജയദേവ കവിയുടെ ഗീതാ ഗോവിന്ദമാകുന്നു. അല്ലയോ പാലേ, നിന്നേക്കാൾ വെളുപ്പേറിയ, നിന്നേക്കാൾ ഗുണങ്ങളുള്ള മറ്റൊരാൾ വന്നു കഴിഞ്ഞു ജയദേവ കവിയുടെ ഗീതാ ഗോവിന്ദം. നീ വെള്ളം ചേർത്ത് നേർപ്പിച്ച പാലായി പോയി. അല്ലയോ മാമ്പഴമേ, നീ വിലപിച്ചു കൊള്ളുക. നിന്റെ രുചിക്ക് ഇനി ഒരു പ്രാധാന്യവുമില്ല. അതിനേക്കാൾ രുചിയുള്ള ജയദേവ കവിയുടെ ഗീതാ ഗോവിന്ദം വന്നിരിക്കുന്നു. അതിസുന്ദരിയായ സ്ത്രീയുടെ അധരമേ, നീ ഭൂമിയിലേക്ക് വീടുകൊള്ളൂ. നിനക്കിനി ലോകത്താരെയും വശീകരിക്കാൻ പറ്റില്ല. കാരണം ഈ ലോകത്തെ മുഴുവൻ വശീകരിക്കുന്ന ജയദേവ കവിയുടെ ഗീതാ ഗോവിന്ദം വന്നിരിക്കുന്നു. അതായത് ഗീതാ ഗോവിന്ദം എന്ന കാവ്യത്തിൽ നിന്ന് കിട്ടുന്ന ആ മധുരിമ അത് മറ്റൊന്നിൽ നിന്നും കിട്ടില്ല. ഈ ലോകത്തെ മുഴുവൻ മധുര ഫലങ്ങളും മധുരം നിറഞ്ഞ വസ്തുക്കളും ഒന്നിച്ചു ചേർത്താലും ഗീതാ ഗോവിന്ദത്തിന്റെ മാധുര്യത്തിന് മുന്നിൽ അവയൊക്കെ വളരെ നിഷ്പ്രഭമാണ്. അല്ലയോ പൂന്തേനെ, നീ എന്താ നിന്നെ കുറിച്ച് ചിന്തിക്കുന്നത്? പൂന്തേനൊരു അഹങ്കാരമുണ്ട്. അങ്ങേയറ്റം രുചിയുള്ളതാണ് ഞാൻ. എന്നോളം മാധുര്യം ആർക്കുമില്ല. പക്ഷേ നോക്കൂ പൂന്തേനെ, ഗീതാ ഗോവിന്ദം ഒരിക്കലെങ്കിലും വായിച്ചിട്ടുള്ള ഒരാൾക്ക് പൂന്തേനിന്റെ മാധുര്യം പിന്നെ ഒന്നുമല്ല. പൂന്തേനെ, നിന്നെ രുചിക്കുമ്പോൾ കിട്ടുന്നതിൻ്റെ 1000 ഇരട്ടി മാധുര്യമാണ് ജയദേവ കവി എഴുതിയ ഗീതാ ഗോവിന്ദം വായിക്കുമ്പോൾ കിട്ടുന്നത്. അതേ കണക്ക് കൽക്കണ്ടമേ, നിന്റെ മാധുര്യത്തിന് എന്ത് സംഭവിച്ചു? അല്ലയോ കൽക്കണ്ടമേ, പണ്ടൊക്കെ നിന്നെ നാവിലിട്ട് നുണഞ്ഞാൽ എന്തൊരു മധുരമായിരുന്നു. നിന്റെ മധുരം എവിടെ പോയി? ഇപ്പൊ വല്ലാതെ കഴിക്കുന്നല്ലോ. നിന്റെ മാധുര്യത്തിന് എന്താ സംഭവിച്ചത്? നിന്റെ മാധുര്യം എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? അതിനൊരു ഉത്തരമുണ്ട്. ഗീതാ ഗോവിന്ദം എന്ന പ്രശസ്തമായ ഗ്രന്ഥം വായിച്ച് അതിന്റെ മാധുര്യം നുണഞ്ഞ ആൾക്കാർക്ക് കൽക്കണ്ടമെടുത്ത് വായിലിടുമ്പോൾ പാവയ്ക്കയുടെ ചവർപ്പാണ്, വല്ലാത്ത കയ്പാണ്, തുപ്പിക്കളയാൻ തോന്നുന്നു. അപ്പൊ ഈ കൽക്കണ്ടം ജയദേവ കവിയുടെ ഗീതാ ഗോവിന്ദത്തിനു മുന്നിൽ ഒന്നുമല്ല. അല്ലയോ മുന്തിരിപ്പഴമേ, നീ വളരെ ശ്രദ്ധിക്കണം. കാരണം നിന്നെ ഇനി ആരും കൈകളിലെടുത്ത് താലോലിക്കില്ല. നിന്നെ ഇനി ആരും ഭക്ഷിക്കുകയില്ല. കാരണം മുന്തിരിപ്പഴമേ, നീ നൽകുന്ന മാധുര്യത്തെക്കാൾ, നീ നൽകുന്ന ഗുണത്തെക്കാൾ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരെണ്ണം ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ജയദേവ കവിയുടെ ഗീതാ ഗോവിന്ദമാണ്. ദേ നോക്കൂ മുന്തിരിപ്പഴമേ, നിന്നേക്കാൾ മാധുര്യവും നിന്നെ വാറ്റിയെടുക്കുന്ന വീഞ്ഞിനേക്കാൾ വീര്യവുമുള്ളതാണ് ജയദേവ കവിയുടെ ഗീതാ ഗോവിന്ദം. അല്ലയോ അമൃതേ, നിനക്ക് എന്തൊരു അഹങ്കാരമാണ് അമൃതേ. കാരണം പാലാഴി കടഞ്ഞപ്പോഴാണ് നീ പൊന്തി വന്നത്. നിന്നെ കഴിച്ചു കഴിഞ്ഞാൽ ആർക്കും മരണം സംഭവിക്കത്തില്ല. അതിൻ്റെ പേരിൽ അല്ലയോ അമൃതേ, നിനക്ക് എന്തൊരു അഹന്തയായിരുന്നു. പക്ഷേ നിന്റെ അഹന്ത മൊത്തം തീർന്നു. നീ ഇപ്പൊ അമൃതല്ല, അമൃതിൽ നിന്ന് പോയി മൃതമായി തീർന്നു. അമൃത് മരിച്ചുപോയി. ഇന്ന് അമൃത് കഴിക്കുന്നവരെല്ലാം മരിക്കും. ഇന്ന് അമൃതിനെ തോൽപ്പിച്ചുകൊണ്ട് മറ്റൊരാൾ വന്നിരിക്കുകയാണ്. ജയദേവ കവിയുടെ ഗീതാ ഗോവിന്ദം. യഥാർത്ഥ അമൃത് ജയദേവ കവിയുടെ ഗീതാ ഗോവിന്ദമാണ്. കാരണം ഗീതാ ഗോവിന്ദം ആരാണോ പാരായണം ചെയ്യുന്നത് അവൻ യഥാർത്ഥ അമൃത് ഭക്ഷിച്ചു കഴിഞ്ഞു. അവന് മരണമില്ല. അവൻ ഈ ദേഹം വെടിഞ്ഞ്
മരണമില്ലാത്ത ലോകമായ ഗോലോകം പ്രാപിക്കുന്നു. അതുകൊണ്ട് പാലാഴി കടഞ്ഞു കിട്ടിയ അമൃതേ, നീ ഇനി ആ പേരിന് അർഹനല്ല. നിന്നെ മൃതം എന്ന പേര് വിളിച്ചാൽ മതി. നീ മരിച്ചുപോയ ഒന്നാണ്. യഥാർത്ഥ അമൃത്, യഥാർത്ഥത്തിൽ അമരത്വം നൽകുന്നത് ആ ജയദേവ കവിയുടെ ഗീതാഗോവിന്ദമാണ്. അതുകൊണ്ട് അമരത്വം നേടാൻ ഭക്തന്മാരെ നിങ്ങൾ ജയദേവ കവിയുടെ ഗീതാഗോവിന്ദം വായിച്ചു തുടങ്ങൂ. അല്ലയോ ക്ഷീരമേ, ക്ഷീരം പാല്, നിനക്കിനി ഒരു മഹിമയുമില്ല. നീ അങ്ങനെ വെളുത്ത് ഒരുപാട് ഗുണങ്ങളുമൊക്കെ ആയിട്ട് ഇരുന്നതാണ്. പക്ഷേ പോയി, നീ ഇപ്പോൾ വെറും ജലമാണ്. യഥാർത്ഥ ക്ഷീരം വന്നു കഴിഞ്ഞു. അത് ജയദേവ കവിയുടെ ഗീതാഗോവിന്ദമാണ്. എന്താണ് പാലിന്റെ പ്രത്യേകത? പശുവിനെ കറന്നാണ് പാലെടുക്കുന്നത്. പശു എന്തൊക്കെ ആഹാരം കഴിക്കുമോ അതിൻ്റെ എല്ലാം ഗുണങ്ങൾ പാലിനുണ്ട്. അപ്പൊ പശുവിന്റെ പോഷക സമ്പുഷ്ടമായ പശുവിന്റെ എല്ലാ അംശങ്ങളെയും കറന്ന് എടുക്കുന്നതാണ് പശുവിന്റെ പാലെന്ന് പറയുന്നത്. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ എത്ര ശൃംഗാര രസമുണ്ടോ, ഈ പ്രപഞ്ചത്തിൽ എത്ര ഭക്തിഭാവമുണ്ടോ, ആ പ്രപഞ്ചത്തിലെ ശൃംഗാരം അഥവാ ഭക്തിഭാവം എന്ന പശുവിനെ കറന്ന് എടുത്ത പാലാണ് ജയദേവ കവിയുടെ ഗീതാ ഗോവിന്ദം. അതുകൊണ്ട് ഇനി മുതൽ പശുവിൻ പാല് അതൊരു പാലേ അല്ല, ക്ഷീരമൊക്കെ വെള്ളമായി പോയി. പശുവിനെ കറന്ന് പാലെടുക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലെ സകല ശൃംഗാര രസങ്ങളെയും ഭക്തിഭാവത്തെയും കറന്ന് ജയദേവ കവി എടുത്ത പാലാണ് ആരെന്ന് പറയുന്നത്? യഥാർത്ഥ ഗീതാ ഗോവിന്ദമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ അധരത്തിനൊരു അഹങ്കാരമുണ്ട്, അല്ലേ? സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ മോഹിപ്പിക്കുന്ന ഒരു ഭാഗമാണ് അധരമെന്ന് പറയുന്നത്. അതാണല്ലോ ലിപ് ലോക്ക് എന്നൊക്കെ പറയുന്നത്. ചുണ്ടുകളിൽ ചുംബിക്കുക. പെണ്ണിന്റെ ചുണ്ടിന് വല്ലാത്ത വശീകരണ ശക്തിയാണ്, ആരെയും ആകർഷിക്കുന്നതാണ്. പക്ഷേ സ്ത്രീയുടെ അധരമേ, നിന്റെ ആകർഷക ശക്തി നശിച്ചു കഴിഞ്ഞു. നീ ഇനി പാതാളത്തിലേക്ക് പോയിക്കൊള്ളൂ. നിനക്കിനി ആരുടെ മനസ്സിലും ഒരു ചലനവും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഈ പ്രപഞ്ചത്തിലെ സകലതിനെയും തന്നിലേക്ക് ആകർഷിക്കുന്ന പെണ്ണിന്റെ അധരത്തേക്കാൾ ആകർഷക ശക്തിയുള്ള മാധുരിമയുള്ള ഒരെണ്ണം ഈ പ്രപഞ്ചത്തിൽ എഴുതപ്പെട്ട് കഴിഞ്ഞു. അത് സാക്ഷാൽ ജയദേവ കവിയുടെ ഗീതാഗോവിന്ദമാണ്. ജയദേവ കവിയുടെ ഗീതാഗോവിന്ദം വായിക്കുന്ന ഒരുവന് പെണ്ണിന്റെ അധരത്തിനോട് അല്പം പോലും ആകർഷണം തോന്നില്ല എന്ന് പറഞ്ഞാൽ ജയദേവ കവിയുടെ ഗീതാഗോവിന്ദം ശൃംഗാരരസപ്രദമാണ്. പക്ഷേ ശൃംഗാരരസപ്രദമായ ജയദേവ കവിയുടെ ഗീതാഗോവിന്ദം വായിക്കുന്നതോടുകൂടി കൃഷ്ണനിലും രാധയിലും നിങ്ങൾക്ക് ഭക്തി കുറയ്ക്കുകയും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ശൃംഗാരം പാടേ ഇല്ലാതാവുകയും ഓപ്പോസിറ്റ് സെക്സിനോടുള്ള താല്പര്യം, പുരുഷന് സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടുമുള്ള താല്പര്യം നശിക്കുകയും നിങ്ങൾക്ക് അത്തരത്തിൽപ്പെട്ട കാമസുഖങ്ങളിൽ വിരക്തി വരികയും ചെയ്യും. ഇതാണ് ജയദേവ കവിയുടെ ഗീതാ ഗോവിന്ദത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജയദേവ കവിയുടെ ഗീതാഗോവിന്ദം മുഴുവൻ ശൃംഗാരമാണ്. പക്ഷേ ആ ശൃംഗാരം വായിച്ചു തീർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃഷ്ണനിലും രാധാറാണിയിലും ഭക്തി ഉറയ്ക്കുകയും നിങ്ങളുടെ ഹൃദയത്തിലെ അഴുക്ക് ശൃംഗാരം മുഴുവനും ഇല്ലാതാകും. അതിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹേ സ്ത്രീയുടെ അധരമേ, നിനക്കിനി ആരെയും വശീകരിക്കാൻ പറ്റില്ല. കാരണം ഗീതാഗോവിന്ദം വായിച്ചതോടുകൂടി അവർ രാധാകൃഷ്ണ ഭക്തരായി മാറിയിരിക്കുന്നു. അവരിൽ നിന്ന് ഏത് പൊയ്പോയിരിക്കുന്നു? ശൃംഗാരം പൊയ്പോയിരിക്കുന്നു. നീ ഇനി പാതാളത്തിലേക്ക് പൊയ്ക്കൊള്ളൂ. നീ ഇനി പാതാളത്തിലേക്ക് പൊയ്ക്കൊള്ളൂ. ആഹാ, അടുത്തത് ആരാണ്? മാമ്പഴം. മാമ്പഴം അങ്ങനെ പഴുത്ത് നിൽക്കുകയാണ്. സാധാരണ ഞാൻ മാമ്പഴം എന്ന് പറയുമ്പം തന്നെ ഇത് കേൾക്കുന്ന നിങ്ങളുടെ വായിൽ വെള്ളമൂറും. പക്ഷെ എന്ത് ചെയ്യാനാണ് മാമ്പഴമേ? നിന്റെ കാലം കഴിഞ്ഞു. നീ ഇനി വിങ്ങി വിങ്ങി കരഞ്ഞുകൊള്ളൂ. ഇനി നിനക്ക് കരയേണ്ടി വരും. കാരണം നിന്നെ ആരും തൊടുക പോലുമില്ല.
ഗീതാഗോവിന്ദം വായിച്ച ഒരു വ്യക്തി അവൻ മാമ്പഴം തിന്നുമ്പോൾ അവന് ഒരു രുചിയും ഉണ്ടാകില്ല, ഇല്ലേ? ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങൾ നല്ല മധുരമുള്ള മാമ്പഴം തിന്നിട്ട് ഒരു ചായ കുടിച്ചേ, ആ ചായക്ക് അല്പം പോലും മധുരം നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. അതുപോലെ ജയദേവ കവിയുടെ ഗീതാഗോവിന്ദം വായിച്ചതിന് ശേഷം ഈ മാമ്പഴം തിന്നുമ്പോൾ അതൊന്നുമല്ല. ജയദേവ കവിയുടെ ഗീതാഗോവിന്ദത്തിന് എന്തൊരു മധുരിമയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജയദേവ കവിയുടെ ഗീതാഗോവിന്ദം നിങ്ങൾ നിത്യവും വായിക്കുകയാണെങ്കിൽ പൂന്തേനിനേക്കാൾ മധുരമുള്ള, കൽക്കണ്ടിനേക്കാൾ മധുരമുള്ള, മുന്തിരിപ്പഴത്തിനേക്കാൾ മധുരമുള്ള, മുന്തിരിപ്പഴം വാറ്റിയെടുക്കുന്ന വീഞ്ഞിനേക്കാൾ വീര്യമുള്ള ഭഗവാന്റെയും രാധാറാണിയുടെയും സാമീപ്യവും അനുഗ്രഹവും നിങ്ങളുടെ പുറത്തിങ്ങനെ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നിത്യവും ഗീതാഗോവിന്ദമല്ലെങ്കിൽ അഷ്ടപതി ആരാണോ വായിക്കുന്നത് അവർക്ക് പൂന്തേനേക്കാൾ മാധുര്യമുള്ള, കൽക്കണ്ടിനേക്കാൾ മാധുര്യമുള്ള, മുന്തിരിയേക്കാൾ മാധുര്യമുള്ള ഭക്തി ലഭിക്കുന്നു, അസാധാരണമായ ഭക്തി ലഭിക്കുന്നു. അതോടുകൂടി സ്ത്രീകളുടെ മോഹിപ്പിക്കുന്ന അവയവമായ അധരങ്ങളോടുള്ള താല്പര്യം കുറയുന്നു. സർവോപരി ഇത് അമൃതാകുന്നു. ജയദേവ കവിയുടെ ഗീതാഗോവിന്ദം അമൃതാകുന്നു. ഇത് ഭക്ഷിക്കുവിൻ, അമരത്വം നേടുവിൻ. ഇത് ഭക്ഷിക്കുവിൻ, അമരത്വം നേടുവിൻ. ഇത് ഭക്ഷിക്കുവിൻ, അമരത്വം നേടുവിൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ അഷ്ടപതി എന്നും സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചു പ്രാർത്ഥിച്ചു വായിക്കൂ. എല്ലാ ദിവസവും അഷ്ടപതി വായിക്കൂ. അത് അമൃതാണ്. നിങ്ങൾ അമരത്വം നേടി ഗോലോകത്തിലേക്കെത്തും. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് ജയദേവ കവിയുടെ അഷ്ടപതി. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് ജയദേവ കവിയുടെ അഷ്ടപതി. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് ജയദേവ കവിയുടെ അഷ്ടപതി. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് എൻ്റെ ശ്രീകൃഷ്ണ ഭഗവാൻ. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് എൻ്റെ രാധാറാണി അമ്മ. രാധേ ഗോവിന്ദ രാധേ 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 ഓ രാധേ 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 രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ. ഒരിക്കൽ കൂടി ഇത് വിജയകരമായി പൂർത്തിയാക്കാൻ അനുഗ്രഹിച്ച ഗണപതി ഭഗവാനെ, ശ്രീകൃഷ്ണ ഭഗവാനെ, രാധാറാണിയമ്മേ നമസ്കാരം. ടാറ്റാ ടാറ്റാ, ബൈ 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 ബൈ.